കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞാൻ റെഡിയായി. നമ്മുടെ ഉമ്മക്കളിക്ക് ആരും തടസ്സമായിട്ട് വരാതിരിക്കാൻ വാതിലും കുറ്റിയിട്ടു. ഇനി കളി തുടങ്ങാലോ? One, two, three. നിക്ക്. നീ തോറ്റാൽ എന്താ ചെയ്യാന്നുള്ള കാര്യം കൂടെ പറഞ്ഞു. എന്ത് ചെയ്യുന്നോ? തോറ്റുപോയാ ശരിക്കൊരു ഉമ്മ തന്നാ മതിയോ? ആദ്യം നീ എനിക്ക് തൊടാതെ ഒരു ഉമ്മയൊന്ന് താ, എന്നിട്ട് തീരുമാനിക്കാം തൊട്ടിട്ടുള്ള ഉമ്മ വേണോ വേണ്ടോന്ന്. അല്ല, ഇപ്പൊ നീ തോറ്റുപോയാൽ എന്ത് ചെയ്യുന്നു പറ. ശരി, ദേവേട്ടൻ തോറ്റുപോയാ എനിക്ക് ദേവേട്ടൻ ചോറ് വാരിത്തരണം. ഞാൻ തോറ്റുപോയാ ദേവേട്ടൻ എന്ത് ജോലി പറഞ്ഞാലും ഞാനത് ചെയ്യാം. തലവേദനയാണെങ്കിൽ തൈലം തേച്ചു തരാം. ദേഹം വേദനിച്ച മസാജ് ചെയ്ത് തരാം. ഉറക്കം വരുന്നില്ലെങ്കിൽ താരാട്ട് പാടി ഉറക്കാം. അയ്യോ മാഡം, മതി. അത്രയും വലിയ സാഹസമൊന്നും വേണ്ട. എന്ത് ജോലി പറഞ്ഞാലും ചെയ്യുന്നല്ലേ പറഞ്ഞേ? അത് മതിയടി, ആ ഒരു വാക്ക് മതി. ശരി, ഇപ്പൊ ഞാൻ വന്നോട്ടെ? തൊടാതെ തന്നെ ഉമ്മ വയ്ക്കണം, അതാണ് മത്സരം. എനിക്കറിയാം ദേവേട്ടാ. നിക്ക്. പിന്നെ എന്തു പറ്റി ദേവേട്ടാ? ഇതില് കള്ളക്കളിയൊന്നുമില്ലല്ലോ അല്ലേ? അല്ല, ഈ വെള്ളത്തിൽ കാണുന്ന പ്രതിബിംബത്തെ ഉമ്മ വയ്ക്കുക, വെയിലത്ത് കാണുന്ന നിഴലിന് ഉമ്മ വയ്ക്കുക, അങ്ങനെയുള്ള കലാപരിപാടികൾ. അപ്പൊ അത് വെള്ളത്തിലെ നിഴലിന് ഉമ്മ കൊടുത്ത പോലെയല്ലേ ആവുള്ളൂ. ദേവേട്ടനെയല്ലേ ഞാൻ ഉമ്മ വയ്ക്കാൻ പോകുന്നത്. ഞാൻ ഉമ്മ വെച്ചോട്ടെ. അതും ഞാൻ ദേവേട്ടന്റെ തൊടു പോലുമില്ല. ദേവേട്ടൻ അനങ്ങാതെ അവിടെ നിന്ന് തന്നാ മതി. പേടിക്കണ്ട.
തൊട്ട്. നീ തോറ്റുപോയി മോളെ, തോറ്റുപോയി. പൊട്ടിക്കളി. തൊടാതെ ഉമ്മ വയ്ക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് തൊടു മാത്രമല്ല പിടിച്ചു വലിച്ചല്ലേ എന്നെ ഉമ്മ വെച്ചത്. അപ്പൊ മോള് തോറ്റുപോയിട്ടോ? അതെ, ഞാൻ തോറ്റുപോയി. ഇനി ദേവേട്ടന് എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം. പറഞ്ഞു, എന്താ ചെയ്യണ്ടേ? ഒരു ഉമ്മയും കൂടി തരട്ടെ? അങ്ങനെ നിസ്സാരമായിട്ട് നീ തോക്കുന്നതല്ലോ. ഇതിലെന്തോ കളിയുണ്ടല്ലോ. എന്റെ ദേവേട്ടന് ഒരു ഉമ്മ തരുന്നതിനേക്കാൾ വലിയൊരു വിജയം വേറെ എന്താ എനിക്കുള്ളത്? ഇങ്ങനെ ദിവസം ഒരു 100 വട്ടം വേണമെങ്കിലും തോറ്റ് ജയിക്കാൻ ഞാൻ തയ്യാറാ. ദേവേട്ടൻ ഓക്കെ ആണെങ്കിൽ പറയേ, ഒരു ഉമ്മയും കൂടെ തരട്ടെ? പറയേ, പറയേ. നീ എന്നെ പറ്റിച്ചിട്ട് പോട്ടെ. സത്യത്തിൽ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അന്നെന്റെ അനുജത്തി ഇവിടെ നിന്ന് ഇറങ്ങി പോകാതിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു. അങ്ങനെ അകന്നുപോയ ആ ബന്ധം തിരിച്ചു വരാതിരുന്നെങ്കിൽ നടന്നതൊന്നും തിരുത്തേണ്ടിയും വരില്ലായിരുന്നു. പക്ഷേ കൊടുത്ത വാക്കും മംഗല്യബന്ധവും എന്റെ അനന്തരവരുടെ രൂപത്തിൽ ഇപ്പതേ എന്റെ കൺമുമ്പിൽ വന്നു നിൽക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ തീരുമാനം എന്താണ് പറഞ്ഞേ? അത് ഞാൻ തുറന്നു പറഞ്ഞല്ലോ. ഈ പ്രശ്നത്തിനുള്ള പരിഹാരം നമ്മുടെയൊക്കെ ചിന്തകൾക്കും അതീതമാണ്. ഇനി ഗുരുക്കൾ പറയുന്ന തീരുമാനം സ്വീകരിക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ ഗുരുക്കള് 2 ഭാര്യമാരോടൊപ്പം ജീവിക്കാൻ പറയുകയാണെങ്കിൽ? അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ അതൊക്കെ അനുസരിച്ചല്ലേ പറ്റൂ. എന്ത് തോന്നിയവാസം നിങ്ങൾ പറയുന്നേ? പറയുന്ന എന്താന്ന് മനസ്സിലാവുന്നുണ്ടോ? അച്ഛനെന്താ ഈ സമയത്ത്? എന്തോ വഴക്കാണെന്ന് തോന്നല്ലോ. രാമ, നിങ്ങൾ ദേഷ്യപ്പെടാതെ ഞാൻ പറയുന്ന ആദ്യം ഒന്ന് കേൾക്കാൻ ശ്രമിക്കും. ഇനി എന്താ ഞാൻ കേൾക്കണ്ടേ? കുറെ നേരായില്ല തോന്നിയവാസം പറയുന്നു. ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരണേന്ന് പറഞ്ഞപ്പോ മനസ്സിൽ അത്രയും സന്തോഷവും ബഹുമാനം ഉള്ളതുകൊണ്ടാണ് ഓടി ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ഇത് പറയാനാണോ വിളിച്ചേ? ദേവനൊരു 2ാം ഭാര്യയും കൂടെ കൂട്ടാൻ പോവാന്ന് എന്ത് ധൈര്യത്തിൽ എന്നോട് പറയുന്നേ? നിങ്ങളാള് കൊള്ളല്ലോ. നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നത് വർമ്മേ, വളരെ വലിയ തെറ്റാണ്. അച്ഛാ, ഇതൊന്നും ഇപ്പൊ സംസാരിക്കേണ്ട കാര്യമല്ല അച്ഛാ. എന്റെ കൂടെ വന്നേ. ഇനിയൊരു അക്ഷരം വേണ്ടിയ വായിൽ പല്ലുണ്ടാവില്ല. എന്താ എന്തൊക്കെയാ ഈ വീട്ടിൽ നടക്കുന്നേ? ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നീ എന്തുകൊണ്ട് എന്നോട് ഇതുവരെ ഒരു വാക്ക് മിണ്ടിയില്ല? പറയ്, എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന്? അച്ഛാ, ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. അച്ഛൻ വെറുതെ ഓരോന്ന് ചിന്തിച്ച് പേടിക്കുന്നതാ. എന്തേ? ഞാൻ പേടിക്കുന്നുണ്ടെന്നോ? ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും ഒരു പ്രശ്നമില്ലെന്നോ? അയാൾ എന്താ പറഞ്ഞെന്ന് നിനക്കറിയോ? രാജഗുരുക്കള് പറയൂ അത്രേ, എന്റെ മോന് 2 ഭാര്യമാരാന്ന്. ഉടനെ നിങ്ങളതങ്ങോട്ട് അനുസരിക്കണം അത്രേ. ഇനി നിനക്ക് ഭാര്യാസ്ഥാനത്തിന് അവകാശം ഇല്ലെന്ന് പറഞ്ഞ കൈ മീശിങ് ഇറങ്ങി പോരണം. എന്താ വരുന്നോ അച്ഛൻ്റെ കൂടെ? പറയേ, വരുന്നോ വീട്ടിലേക്കെന്ന്?
അങ്ങനെയൊന്നും സംഭവിക്കില്ല അച്ഛ. അച്ഛൻ അതോർത്ത് പേടിക്കണ്ട. അയാളുടെ ഗുരുക്കൾ പറയണ പോലെ അനുസരിക്കണമെന്ന് പറയുന്നേ, എന്നിട്ട് നീ ഇവരെ വിശ്വസിക്കണോ വൈദേഹി? അപ്പൊ തീരുമാനമായല്ലോ അല്ലേ? നിങ്ങളുടെ രാജഗുരുക്കൾ വന്ന് എന്റെ മോളെ വേണ്ടെന്ന് വെക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഉപേക്ഷിക്കില്ലേ? എന്റെ മകള് കല്യാണം കഴിഞ്ഞതിന് ശേഷവും കുറെ കാലം ഭർത്താവിനൊപ്പം ജീവിക്കാൻ കഴിയാതെ നരകയാതന അനുഭവിച്ചവളാ. കുറച്ചേ ആയിട്ടുള്ളൂ അവരൊന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഭർത്താവിനൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാണല്ലോ എന്ന് ഓർത്തതേ ഉള്ളൂ. അപ്പോഴേക്കും അവളുടെ ജീവിതം തകർന്നു എന്ന് പറയുന്നു. എന്നെ വിളിച്ചു വരുത്തി. എന്റെ മോളുടെ ജീവിതം തീർന്നു എന്ന് നിങ്ങൾ എന്നെ തന്നെ വിളിച്ചു വരുത്തി പറയുമ്പോ ഞാൻ എങ്ങനെ പ്രതികരിക്കണം? പറയൂ വർമ്മേ. ഇത് ന്യായമല്ല, ഒരിടത്തും നടക്കാത്ത അന്യായമാ. ഇതിപ്പോ പ്രശ്നമായല്ലോ. ഓ, തന്തപ്പടിക്ക് മോളുടെ ജീവിതം തകരുന്നത് സഹിക്കാൻ പറ്റണില്ല. എനിക്ക് ഇവിടെ ആരുടെയും സപ്പോർട്ടിന്റെ ആവശ്യമില്ല. ഞാൻ ശേഖരിച്ച തെളിവുകളും അത് കണ്ണുമടച്ച് വിശ്വസിക്കുന്ന എന്റെ അമ്മാവനല്ലാത്ത അമ്മാവനുമാണ് എന്റെ സപ്പോർട്ട്. നിങ്ങൾ എന്തേ പറയുന്നേ? ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിൽ ഒരു തീരുമാനം ഞങ്ങൾ എടുക്കോ? ഇത് നാശമല്ലാതെ പിന്നെ എന്താണ് കൗസല്യേ? നിങ്ങൾ തന്നെ പറ. രാമേട്ട, കഴിഞ്ഞ കഥകളെല്ലാം ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു. അത് മനസ്സിലാക്കാതെ രാമേട്ട ഞങ്ങളോട് ദേഷ്യപ്പെടുന്നു. അന്ന് ദാസേട്ടൻ കൊടുത്ത വാക്ക്, അവിടെ നടന്ന കല്യാണം ഒന്നും മനഃപൂർവ്വമായിരുന്നില്ലല്ലോ എന്ന് ഞാനൊട്ട് പറഞ്ഞിട്ടുമില്ല. വർമ്മ സ്വന്തം അനുജത്തിക്ക് വാക്ക് കൊടുത്തു അത്രേ. സന്തോഷം. ചെറുപ്പത്തിൽ തന്നെ കല്യാണം നടത്തിയത്രേ. വളരെ വളരെ സന്തോഷം. പക്ഷേ അത് പറയേണ്ടത് ഇത്രയും വൈകിട്ടല്ല. അതിനെ നിങ്ങൾ ന്യായീകരിക്കാനും നോക്കണ്ട. അത് ന്യായമല്ല വർമ്മേ. എന്റെ മോളുടെ കല്യാണം ഉറപ്പിക്കുന്നതിന് മുൻപ് എന്റെ മോന്റെ ആദ്യത്തെ കല്യാണം കഴിഞ്ഞതാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനൊരു കല്യാണത്തിന് ഞാൻ തയ്യാറാവില്ലായിരുന്നല്ലോ. അന്ന് അതെല്ലാം ഒളിപ്പിച്ചു വച്ചിട്ട് ഇപ്പൊ എന്റെ അനന്തരവളെത്തിയിരിക്കുന്നു. അവൾക്കാണ് എന്റെ മോന്റെ ഭാര്യയുടെ അവകാശം എന്ന് പറഞ്ഞ എന്റെ മോളോട് ചെയ്യുന്ന ദ്രോഹമല്ലേ അത്? അച്ഛാ, അച്ഛന്റെ മോൾക്ക് ഒന്നും സംഭവിക്കില്ല. എന്റെ വാക്കുകളെ അച്ഛന് വിശ്വാസമല്ലേ? വേണ്ട മോളെ, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചും വീണ്ടും നിന്റെ ജീവിതം കുഴി തോണ്ടാതെ നോക്കിക്കോ. നിന്റെ അച്ഛൻ ആസ്തിയും അന്തസ്സും ഉള്ളവനൊന്നും അല്ല. പക്ഷെ മോളുടെ ജീവിതം തകരുന്നത് കണ്ടുകൊണ്ട് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല മോളെ. മോൻ എന്താ ഒന്നും പറയാത്തത്? നീയല്ലേ ഇതിനൊരു മറുപടി പറയേണ്ടത്? നിന്റെ ഭാര്യയ്ക്കൊരു അന്യായം നടക്കുമ്പോ നോക്കി നിൽക്കുന്നതാണോ ആണത്വം? ചെറിയച്ചൻ പറഞ്ഞത് 100 വട്ടം ശരിയാ. അല്ലെങ്കിൽ തന്നെ ഇത് ആരോടാ ചെറിയച്ചൻ ചോദിക്കുന്നത്? ഈ കാര്യം അറിഞ്ഞപ്പോ തൊട്ട് പരിഹാരം എന്താണെന്നറിയാതെ, ഏതു പരിഹാരത്തിന് എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും അറിയാതെ ആരെങ്കിലും എന്തെങ്കിലും പറയൂവെന്ന് നമ്മുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന ആളാ ഇവൻ. പിന്നല്ലേ ചെറിയച്ചൻ ഇവൻ മറുപടി തരാൻ. എന്നാലും ചെറിയച്ചന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ചെറിയച്ചന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെ പ്രതികരിക്കുള്ളൂ. പക്ഷേ കഴിഞ്ഞതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ ചെറിയച്ച. അതിലൊരു പരിഹാരമില്ലല്ലോ. അതിനെക്കുറിച്ചും ചിന്തിക്കേണ്ട കാര്യം എനിക്കില്ല.
എനിക്ക് നിങ്ങളുടെ കഴിഞ്ഞ കാലത്തേക്കാൾ എന്റെ മകളുടെ ഇന്നത്തെ ജീവിതവും പ്രധാനം. രാമന് ഞാൻ തെറ്റു പറയില്ല. ഞങ്ങളുടെ കാര്യം നിങ്ങൾക്ക് പ്രശ്നവുമല്ല. നടന്നൊക്കെ ഞാൻ രാമനെ നേരത്തെ അറിയിക്കേണ്ടതായിരുന്നു. പക്ഷേ പറയേണ്ടത്ര പ്രാധാന്യമുണ്ടെന്ന് വിചാരിച്ചില്ല. കാരണം എൻ്റെ അനുജത്തി ശാന്തമ്മ അവളുടെ മോളും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ശേഷം വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് അറിയില്ലായിരുന്നു. എൻ്റെ അനുജത്തിക്ക് ചെറുപ്പത്തിൽ ഞാൻ കൊടുത്ത ആ വാക്ക് അവൾ പടിയിറങ്ങിയതോടെ കഴിഞ്ഞു. അതിനുശേഷമാണ് ഈ വിവാഹം നടന്നത്. പക്ഷെ ഇപ്പോൾ എൻ്റെ അനന്തരവളും വന്നിരിക്കുക. ആര് വന്ന എനിക്കെന്താ? അവള് നിങ്ങളുടെ അനന്തരവളായിട്ട് ജീവിച്ചോട്ടെ, അതിനെനിക്കെതിരില്ല. എന്റെ മോളെ രണ്ടാം ഭാര്യ ആക്കാനാണ് ശ്രമമെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല. കൊട്ടാരം വീട്ടിലെ ഇളയ മരുമകള് എന്റെ മകള് മാത്രമായിരിക്കണം. ആ സ്ഥാനം പങ്കുവയ്ക്കാൻ ആരും വരരുത്. അതിനാരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അവർ ജീവനോടെ ഉണ്ടാവില്ല. ബഹളം വെച്ചിട്ട് എന്ത് കാര്യം? ഈ ആവേശമൊന്നും ഇവിടെ ഉള്ളവരെ ബാധിക്കില്ല. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ മോൾക്കാണ് എല്ലാ അവകാശമെങ്കിൽ പണ്ടേ കെട്ടിയ പഴയ ഭാര്യനെ ഇവൻ എന്താ ചെയ്യേണ്ടത്? അതെന്ത് ന്യായം? അവൾക്ക് എന്ത് പറ്റിയാലും ആർക്കും ഒരു പ്രശ്നമില്ലെന്നാ? ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അത് പണ്ട് കുട്ടികൾ തമ്മിൽ കളിക്കുമ്പോ കെട്ടിയ കളിത്താലി മാത്രമാ. ആ താലിക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം എന്താ? അച്ഛാ വേണ്ട അച്ഛാ, അച്ഛനങ്ങോട്ട് നടന്നേ. പറ്റില്ല. രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. ഇന്ന് ഞാനത് വിട്ടാ പിന്നെ നിന്നെ എല്ലാരും കൂടി ഇവിടെ ഇട്ട് വട്ട് തട്ടും. അയ്യോ അച്ഛ, എനിക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇത് ഞാൻ സംസാരിച്ച് ശരിയാക്കിക്കോളാം. അച്ഛനും അമ്മയും തെറ്റിദ്ധരിക്കരുത്. അച്ഛൻ്റെ വിഷമം കൊണ്ട് പറയുന്നതാ ഇതൊക്കെ. കാര്യമാക്കരുത് കേട്ടോ. അച്ഛനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. അപ്പൊ എന്റെ വാക്കിന് ഒരു വിലയില്ലെന്നാ? അല്ല അച്ഛാ, ഞാൻ പറയുന്നത് കേക്ക്. അച്ഛൻ വന്നേ, വാ അച്ഛാ. അച്ഛനമ്മയ്ക്ക് എന്താ പറ്റിയത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ചെറിയച്ഛൻ അത്രയും പറഞ്ഞിട്ടും നിങ്ങളാരും ഒരു അക്ഷരം മിണ്ടിയില്ല. ഇവിടെ ആരും ഒന്നും പറയാതിരുന്നത് പറയാൻ അറിയാഞ്ഞിട്ടല്ല. ചില സന്ദർഭങ്ങൾ അങ്ങനെയാ. മൗനമായിരിക്കും ഏറ്റവും ഉചിതം. അതുകൊണ്ട് നീയും മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെന്താ അജയൻ മാത്രം? ഞാൻ എന്തേലും പറഞ്ഞാ അപ്പ അതേ പിടിച്ചു കേറുവല്ലോ. അജയൻ എന്റെ വായടപ്പിക്കാൻ ശ്രമിക്കുന്നതിനേക്കാളും വൈദേഹിയുടെ അച്ഛന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്ക്. അവര് പട്ടിണിപ്പാവങ്ങളാണല്ലോ. എന്ത് സംഭവിച്ചാലും ഒരു അക്ഷരം മിണ്ടില്ലെന്നാ ഞാൻ കരുതിയേ. മോളുടെ ജീവിതം തകരാൻ പോവാന്നറിഞ്ഞതും ഉള്ളിൽ ഉറങ്ങിക്കിടന്ന സിംഹം സടകൂടം എഴുന്നേറ്റില്ലേ? ഇതിലൊരു തീരുമാനം അറിയുന്നതുവരെ ഇനി ആ സിംഹം അടങ്ങിയിരിക്കൂ. ദേവൻ 2 ഭാര്യമാരോടൊപ്പം അടിച്ചു പൊളിക്കുമെന്നാ ഞാൻ കരുതിയേ. പക്ഷെ ഞാൻ വിചാരിച്ച പോലൊന്നും നടക്കൂന്ന് തോന്നുന്നില്ലല്ലോ.